രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധയുടെ പ്രണയം കാണാൻ കാത്തിരിക്കുന്നവരെ 98ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നേന്ന് കിട്ടും. പക്ഷെ നിങ്ങളിപ്പോൾ 98 തൊട്ട് കണ്ടു തുടങ്ങുക. സമയം കിട്ടുമ്പോൾ 1, 2, 3 ഒക്കെ എടുത്ത് നിങ്ങൾ കാണുക. നമ്മുടെ വീഡിയോയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അത് ആവശ്യമുള്ളവർ ആ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക. പിന്നെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കൊട്ടാരക്കരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ദൂരെ ഉള്ളവർക്ക് ഇവിടെ വന്നാൽ ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം പിന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. 9645333999 നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. 1 രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നതേ അല്ല. പിന്നെ അഷ്ടാവക്ര ഗീത നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ഭക്തമീരയുടെ കഥയുണ്ട്, മീരയുടെ പ്രണയം. അപ്പോൾ അഷ്ടാവക്ര ഗീത കേൾക്കണം. അതേ കണക്ക് നിങ്ങൾ മീരയുടെ പ്രണയം കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, അത് നിശ്ചയമായും കേൾക്കണം. അപ്പം മറ്റുള്ളവരുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർത്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ ഉറപ്പായിട്ടും കേൾക്കണം. അതുപോലെ ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ എന്ന വീഡിയോയിൽ കാണുക.
അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം 98ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുന്നു. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. രാധയുടെ പ്രണയം 98ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ദുര്യോധനൻ തൻ്റെ ഭാര്യയോട് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി കൃഷ്ണനിൽ നിന്നൊരു വരം വാങ്ങിക്കണം. അപ്പോൾ ദുര്യോധനന്റെ ഭാര്യ ചോദിച്ചു, എന്താണത്? അപ്പോൾ പറഞ്ഞു, നീ കൃഷ്ണനോട് പറയണം ദ്രൗപദി എന്നെ വിവാഹം കഴിക്കണമെന്ന്. കൃഷ്ണൻ പറഞ്ഞാൽ ദ്രൗപദി കേൾക്കും. അപ്പോൾ ദ്രൗപദി എന്നെ വിവാഹം കഴിക്കും. അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് പോയി ദുര്യോധനന്റെ ഭാര്യ ഭാനുമതി. എന്നിട്ടും സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഭാനുമതി സമ്മതിച്ചു. അതിനു മുമ്പ് വരെ ഭാനുമതി രാധാമന്ത്രം ജപിക്കുകയായിരുന്നു. ആ നിമിഷം രാധാറാണി ധ്യാനത്തിലിരുന്ന രാധാറാണി ചാടി എഴുന്നേറ്റിട്ട് രാധാറാണി വിളിച്ചു, നീചൻ നീചൻ നീചനാണ് നീ. ഇതിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. കൃഷ്ണ, നീ ഈ കാര്യത്തിൽ ഇടപെടരുത്. ആരിടപെട്ടാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൃഷ്ണ, നീ ഒരു കാരണവശാലും ഇതിലിടപെടരുത്. നീ ഭാനുമതിയെ നിന്റെ സഹോദരിയായി കാണുന്നു. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഇതിനകത്ത് ഇടപെടരുത്. ഈ ശബ്ദം കൃഷ്ണൻ കേൾക്കുകയായിരുന്നു. ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് കണ്ണൂരിരിക്കുന്ന ഒരാളുമായി നിശബ്ദമായി സംവദിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പറ്റുന്നതാണ്. അതെങ്ങനെ പറ്റുമെന്ന് എൻ്റെ അഷ്ടാവക്ര ഗീതയ്ക്കകത്ത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 20 മിനിറ്റ് നിങ്ങൾ ചെലവഴിച്ചാൽ മതി. എന്തിനാ പറയുന്നത്? എറണാകുളത്ത് മൈൻഡ് റീഡിങ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. അവിടെ ഏതാണ്ട് ഒരു ഫെസ്റ്റിവൽ, അതിൻ്റെ പേര് മറന്നുപോയി. ആ സമയത്ത് അയാൾ വരും. നിങ്ങൾ വന്ന് നിൽക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത് അത് അയാൾ പറഞ്ഞു തരും. അപ്പം മൈൻഡ് റീഡിംഗ് ഉണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി രണ്ടുപേര് തമ്മിൽ ഗാഠപ്രണയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിശബ്ദമായിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. അത് ബുദ്ധന്റെ വീഡിയോയിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ ദൈവമുണ്ടോ എന്നൊരു വീഡിയോ ഇട്ടില്ലേ? അതിൽ ബുദ്ധൻ നിശബ്ദനായിരിക്കുകയാണ്, അപ്പുറത്താളും നിശബ്ദനായിരിക്കുകയാണ്. ആ നിശബ്ദനായിരുന്നാൽ നമ്മുടെ ഉള്ളിൽ പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാൻ പറ്റും. അതുകൊണ്ട് രാധ ഇവിടെ ഇരുന്ന് പറയുന്നത് കൃഷ്ണൻ അവിടെ ഇരുന്ന് കേൾക്കുമോ എന്നൊന്നും ആരും കരുതണ്ട. അതിനകത്ത് ദൈവീകതയല്ല. പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. പുറത്തെ ബഹളങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കണം. നിങ്ങൾ പുറത്തെ ബഹളത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് കണ്ണൂരല്ല, നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ നിൽക്കുന്ന അമ്മ പറഞ്ഞാൽ പോലും ചിലപ്പോൾ നിങ്ങൾ കേട്ടെന്നിരിക്കത്തില്ല. ഇത് സാധിക്കുന്നതാണ്. അപ്പോൾ കൃഷ്ണൻ അത് കേട്ടു. കൃഷ്ണൻ ഒരു നദിയുടെ കരയിൽ സ്നാനത്തിനായി വന്നതായിരുന്നു. കൃഷ്ണൻ ആ നിമിഷം കൃഷ്ണൻ കയ്യിൽ ജലം കോരിയപ്പോൾ ആ ജലത്തിൽ രാധയുടെ മുഖം കണ്ടു. കൃഷ്ണൻ ആ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, രാധേ, നിന്റെ ഏത് തീരുമാനത്തിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും. നിന്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തെ ഈ കൃഷ്ണൻ എതിർക്കുമെന്ന് നീ കരുതുന്നുണ്ടോ രാധേ? പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത് കൃഷ്ണൻ ഇടപെട്ടാലുമെന്ന്?
രാധേ, ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്. ധർമ്മ സംസ്ഥാപനത്തിനാണ് കൃഷ്ണൻ വന്നിരിക്കുന്നത്. ധർമ്മം, അതിൽ നിന്ന് ആര് വ്യതിചരിച്ചാലും കൃഷ്ണൻ എതിർക്കും. പക്ഷേ രാധേ, രാധേ, നീ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ചാൽ പോലും ഈ കൃഷ്ണൻ നിന്നെ പിന്തുണയ്ക്കും രാധേ. കാരണം കൃഷ്ണന് നിന്നെ അത്രയ്ക്കിഷ്ടമാണ്, അത്രയ്ക്കിഷ്ടമാണ് രാധേ. പിന്നെ നീ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നീ ധർമ്മത്തിന്റെ മൂർത്തിമദ്ഭാവമാണ്. നിനക്കൊരിക്കലും ധർമ്മത്തിൽ നിന്ന് നീ പിൻവലിക്കില്ല. എങ്കിലും കൃഷ്ണൻ പറയുകയാണ്. ഇത്രയുമായപ്പോൾ കൃഷ്ണൻ രാധയുടെ പൊട്ടിച്ചിരി കേട്ടു. പൊട്ടിച്ചിരിക്കുകയാണ് രാധ. ഇതൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ഏകാനാംശ. ആ ചിരിയുടെ അർത്ഥം കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിന്റെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചു. അത് ധർമ്മമാണോ എന്നല്ലേ നീ ഉദ്ദേശിക്കുന്നത്? രാധേ, നമ്മുടെ ഇവിടുത്തെ ശാസ്ത്രവിധി പ്രകാരം ഒരാൾക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാമല്ലോ. അതുകൊണ്ട് ശാസ്ത്രവിധി പ്രകാരം അത് ശരിയാണ് രാധേ, അത് ധർമ്മവുമാണ് രാധേ. അപ്പോൾ രാധ പറഞ്ഞു, ശാസ്ത്രവിധി പ്രകാരം അത് സമ്മതമാകണമെങ്കിൽ ഒന്നുകൂടി ഉണ്ട് കൃഷ്ണ, ഒന്നുകൂടി ഉണ്ട്. നീ എത്ര സ്ത്രീകളെ വിവാഹം കഴിച്ചാലും അവരെയെല്ലാം ഒരുപോലെ കാണണം, ഒരുപോലെ. ഒരാളോട് പോലും ഒരൽപ്പം പോലും സ്നേഹ കൂടുതൽ പാടില്ല, സ്നേഹക്കുറവും പാടില്ല കൃഷ്ണ. അത് നീ പാലിക്കുന്നുണ്ടോ കൃഷ്ണ? അത് നീ പാലിക്കുന്നുണ്ടെങ്കിൽ നീ ധർമ്മത്തിന്റെ പാതയിലാണ് കൃഷ്ണ. അത് നിനക്ക് മാത്രമേ പറയാൻ കഴിയൂ, എനിക്ക് പറയാൻ കഴിയില്ല കൃഷ്ണ. ഒരു നിമിഷം കൃഷ്ണൻ ഒന്നും മിണ്ടാതെ നിന്നു. കൃഷ്ണൻ വിചാരിക്കുകയാണ്, രാധ അസാധാരണയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ രാധേ. അത് നിന്നെ സ്വന്തമാക്കാതെ ഞാൻ രാജകുമാരിമാരുടെ പിന്നാലെ പോയതാണ്. പക്ഷേ അതിന് എനിക്ക് എൻ്റെതായ ഉദ്ദേശമുണ്ട്. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ ബലികഴിക്കുകയായിരുന്നു രാധേ. എനിക്ക് വിദർഭ രാജ്യത്തെ എൻ്റെ കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനത്യാവശ്യമായിരുന്നു എനിക്ക് രുക്മിണിയെ വിവാഹം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ശൈബ്യയുടെയും ധർമ്മ സംസ്ഥാപനത്തിന് അത് ആവശ്യമായിരുന്നു രാധേ. പക്ഷേ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്ന്, എനിക്കെന്താണ് നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ അറിയുന്നു രാധേ. അപ്പോൾ രാധാറാണി ചോദിച്ചു, കൃഷ്ണ, വൃന്ദാവനത്തിൽ കൃഷ്ണ, നീ ഇവിടം വിട്ടുപോയി. ഞാൻ നിന്നോട് ചോദിക്കുന്നു, സത്യസന്ധമായി പറയൂ കൃഷ്ണ, വൃന്ദാവനത്തിലെ ആ ഗോപാലൻ, പശുക്കളെ മേയിച്ച് നടക്കുന്ന ഗോപാലനാണോ ആനന്ദം, അതോ ഇന്നത്തെ രാജാവായ കൃഷ്ണനാണോ ആനന്ദം? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഒരു സംശയവും വേണ്ട. ഈ കിരീടഭാരം എപ്പോഴെങ്കിലും ഒന്ന് താഴ്ത്തി വെക്കാൻ പറ്റുമെങ്കിൽ ഈ ജന്മം അവസാനിക്കുന്നതിന് മുമ്പ്, ധർമ്മം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ രാധേ, എനിക്ക് വീണ്ടും ആ ഇടയച്ചെറുക്കനായി മാറണം, ആ ഇടയ ബാലനായി മാറണം. ഇടയച്ചെറുക്കനായി കന്നുകാലികളെ മേയ്ക്കുന്ന ഒരുവനായി ഇരുന്നു കൊണ്ട് ജീവൻ വെടിയാൻ തന്നെയാണ് രാധേ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ രാധേ, നീ എന്നോടൊപ്പം വേണം. അപ്പോൾ രാധ പറഞ്ഞു, കൃഷ്ണ, എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ലായിരുന്നു, എനിക്ക് യാതൊരു മോഹങ്ങളുമില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണ, എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷ്ണ, ഇടയച്ചെറുക്കനായ നിന്റെ പത്നിയാകണം, നിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം. നീ രാവിലെ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ നിനക്ക് ആഹാരമെല്ലാം പൊതിഞ്ഞു തരണം. എന്നിട്ട് നിന്റെ കരവലയത്തിൽ എനിക്ക് ഒതുങ്ങി നിൽക്കണം. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നിന്നോടൊപ്പം
മാടുകളെ മേയ്ക്കാൻ വരണം. അതിനപ്പുറം എനിക്ക് യാതൊരു മോഹങ്ങളുമില്ലായിരുന്നു കൃഷ്ണ. പക്ഷേ നീ ഇപ്പോൾ രാജാവാണ് കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിനക്ക് രാജാവിൻ്റെ പത്നിയാകാം. അപ്പോൾ രാധ പറഞ്ഞു, എനിക്ക് രാജപത്നി അല്ല കൃഷ്ണ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇടയച്ചെറുക്കനായ കൃഷ്ണനെയാണ് ഇഷ്ടം. യുദ്ധവും തന്ത്രജ്ഞതയുമൊക്കെയായി നടക്കുന്ന കൃഷ്ണനെ രാധയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നിന്നോളം വലിയ സാമ്രാജ്യമല്ല കൃഷ്ണ എൻ്റേത്. രാധയ്ക്ക് വേണ്ടത് യമുനാ തീരത്ത് എൻ്റെ കൂടെ കളിച്ച്, യമുനയിൽ മുങ്ങിക്കുളിച്ച്, വെള്ളം തെറിപ്പിച്ച്, രാസലീല നടത്തി, തളരുമ്പോൾ എന്നെ നെഞ്ചോട് ചേർത്ത്, രാത്രി ഓടക്കുഴൽ വിളിച്ച്, ആ ഓടക്കുഴൽ വിളി കേട്ട് ഓടി വന്ന് നിന്റെ നെഞ്ചിൽ പടർന്ന് നികുഞ്ചങ്ങളിലേക്ക് പോയി ഒന്നാകുന്ന ഒരു രാധയും ഒന്നാകുന്ന ഒരു കൃഷ്ണനുമുണ്ട്. അതാണ് വേണ്ടത്. അത് നഷ്ടപ്പെട്ടു കൃഷ്ണ. അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഈ ജന്മത്തിന് ഒരു പശ്ചാത്താപമായി ഞാൻ വീണ്ടും വരും. അന്ന് ഞാൻ ഏകപത്നി വ്രതമായിരിക്കും. നീ മാത്രമായിരിക്കും എൻ്റെ പത്നി. ഒരു നിമിഷം രാധാറാണി ഒന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, ആ ജന്മത്തിലും നീ എന്നെ ഉപേക്ഷിച്ചു പോകുമല്ലോ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, പോയാലും ഞാൻ തിരികെ വരും. തിരികെ വന്ന് നിന്നെയും കൊണ്ടുപോകും. നീ എൻ്റെ പത്നിയായി തന്നെ ജീവൻ വെടിയും. ഉറപ്പാണ് രാധേ. രാധാറാണി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതാണ് കൃഷ്ണൻ ബുദ്ധജന്മമായെടുത്തത്. ഈ വാക്ക് പാലിക്കുകയാണ് കൃഷ്ണൻ ബുദ്ധനായി വരുന്നു. രാധ യശോദയായും വരുന്നു. അന്ന് ബുദ്ധൻ ഒറ്റ പത്നിയേ ഉള്ളൂ. ആ പത്നി ജീവനാണ്. ആ ബോധോദയം കിട്ടിയിട്ടും യശോദയെ കാണാൻ വരികയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ശ്രീബുദ്ധൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും. അത് പ്ലേലിസ്റ്റ് എടുത്താൽ കിട്ടും, അതിൽ നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു, രാധേ, എനിക്ക് നിന്നോടൊരപേക്ഷയുണ്ട്. നീ എന്നെ രാജാവെന്ന് വിളിക്കരുത്. നിന്റെ കണ്ണനുണ്ണി എന്ന വിളി കേൾക്കാൻ, നിന്റെ കറുമ്പ എന്ന വിളി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് രാധേ. കൃഷ്ണൻ പറഞ്ഞു, നീ ഇന്ന് രാജാവാണ്. രാധ പറഞ്ഞു, ഞാൻ നിന്റെ ഒരു പ്രജ മാത്രമാണ് കൃഷ്ണ. ഞാൻ നിന്റെ ഒരു പ്രജ മാത്രം. ഇനി നിന്നെ കണ്ണാന്ന് വിളിക്കാനും കറുമ്പാന്ന് വിളിക്കാനും അധികാരം രുക്മിണിക്കും ശൈബ്യയ്ക്കുമാണ്. കൃഷ്ണൻ പറഞ്ഞു, ഒരിക്കലുമല്ല രാധേ. നിനക്ക് വേണ്ടി മാത്രം ഓടക്കുഴൽ വായിച്ചവനാണ് ഞാൻ. രുക്മിണിയും ശൈബ്യയും എത്ര നിർബന്ധിച്ചിട്ടും ഓടക്കുഴൽ വായിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. രാധേ, നീ എന്റേതാണ്, എന്റേത് മാത്രം. പെട്ടെന്ന് കയ്യിലെ ജലത്തിൽ നിന്ന് രാധയുടെ മുഖം അപ്രത്യക്ഷമാവുകയായിരുന്നു. ഇതൊക്കെ കണ്ട് അമ്പരന്നിരിക്കുകയായിരുന്നു ഏകാനാംശ ചോദിച്ചു, എന്താണ് രാധേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രാധ പറഞ്ഞു, ഞാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു ദുര്യോധനൻ തൻ്റെ ഭാര്യയെ കൊണ്ട് വാക്ക് കൊടുപ്പിക്കുന്നത്. അതേ, അവൻ തൻ്റെ ഭാര്യയോട് പറയുകയാണ് ദ്രൗപദി അവൻ്റെ പത്നിയാകാൻ കൃഷ്ണനോട് പറയണമെന്ന്. അതുകൊണ്ടാണ് ഏകാനാംശയെ ഞാൻ കോപാകുലനായത്. അപ്പോൾ ഏകാനാംശ ചോദിച്ചു, അവനോട് ഇതിന് ചോദിക്കും, അവനെ കൊണ്ട് കണക്ക് പറയിക്കുമെന്ന് പറഞ്ഞു. എന്താണത്? കൃഷ്ണൻ ഇടപെടലുവെന്നും പറഞ്ഞു. എന്താണത്? അപ്പൊ രാധ പറഞ്ഞു, കാത്തിരുന്നു കാണൂ. ഭാനുമതി എൻ്റെ ഭക്തയാണ്, അവളെ ഞാൻ എടുക്കും. അപ്പൊ ഏകാനാംശ ചോദിച്ചു, രാധയുടെ ഭക്തയോ? അപ്പൊ രാധാറാണി പറഞ്ഞു, പലപ്പോഴും ധ്യാനത്തിലിരിക്കുമ്പോൾ ഏകാനാംശേ, എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഞാൻ മറ്റൊരാളാണ്, ഞാൻ മനുഷ്യ സ്ത്രീയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ വീണ്ടും ധ്യാനത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ ഞാനൊരു സാധാരണ സ്ത്രീ. അപ്പോൾ ചോദിച്ചു, കൃഷ്ണനുമായി ഇങ്ങനെ സംവദിക്കാൻ എങ്ങനെ കഴിയുന്നു? അപ്പൊ രാധ പറഞ്ഞു, പ്രണയമുണ്ടെങ്കിൽ കഴിയും.
പ്രണയമുണ്ടെങ്കിൽ കഴിയും. ഭൂഗോളത്തിന്റെ ഏതറ്റത്തിരുന്നാലും സംവദിക്കാനായി കഴിയും. അതിന് അത്ഭുതങ്ങളൊന്നുമില്ല ഏകാനാംശേ. ഏകാനാംശ എഴുന്നേറ്റു. രാധയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് ഞാൻ അറിയുന്നു രാധേ. കൃഷ്ണൻ നഷ്ടപ്പെടുത്തിയത് എന്താണെന്ന് ഞാൻ അറിയുന്നു രാധേ. എന്തൊക്കെ ലഭിച്ചിട്ടും, രാജ്യം ലഭിച്ചിട്ടും, രാജകുമാരിയെ ലഭിച്ചിട്ടും കൃഷ്ണൻ എന്തുകൊണ്ട് അസംതൃപ്തനായി എന്ന് ഞാൻ അറിയുന്നു രാധേ. രാധ ഏകാനാംശയെ ചേർത്ത് വെച്ചു. ഏകാനാംശ പറഞ്ഞു, സത്യം പറയട്ടെ രാധേ, എനിക്കൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമില്ല. വിവാഹം കഴിക്കാതെ ഞാൻ രാധയെ ഇവിടെ രാധയോടൊപ്പം കഴിയട്ടെ. എൻ്റെ ജീവിതാവസാനം വരെ കഴിയട്ടെ. രാധയെ സേവിച്ചു കഴിയട്ടെ. രാധാറാണി ചേർത്ത് നിർത്തി ഏകാനാംശയെ ചുംബിച്ചിട്ട് പറഞ്ഞു, അതിന് നിനക്ക് അവസരം വരും ഏകാനാംശേ, നിശ്ചയമായും അവസരം വരും. പക്ഷേ ഇപ്പോൾ നിന്റെ ദൗത്യങ്ങൾ വേറെയാണ്. ഈ സമയത്ത് ഉദ്ധവനെയും കൂട്ടിക്കൊണ്ട് വിദുരര് സത്യവതിയുടെ അടുക്കലേക്ക് ചെന്നു. അപ്പോൾ സത്യവതി ഉദ്ധവനെ സ്വീകരിച്ചു. ഉദ്ധവനോട് പറഞ്ഞു, വരൂ ഉദ്ധവ, ഇരിക്കൂ. ഉദ്ധവനടുത്ത് പറഞ്ഞു, നീ 5 സഹോദരന്മാരെ കണ്ടെത്തിയോ? ഉദ്ധവൻ പറഞ്ഞു, കണ്ടെത്തി. എവിടെയാണുള്ളത്? ഉദ്ധവൻ 4 പാടും നോക്കി. അപ്പോൾ പറഞ്ഞു, പേടിക്കണ്ട, ഇവിടെ ഞാനും നീയും വിതുരരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, നാഗക്കൂട്ടങ്ങൾ വസിക്കുന്നതിനപ്പുറമുള്ള കാട്ടിലാണുള്ളത്. എങ്ങനെയുണ്ട് അവരുടെ ജീവിതം? അവിടുത്തെ ജീവിതം 4 പേരും അസംതൃപ്തരാണ്. പക്ഷേ ഭീമസേനൻ മാത്രം സന്തോഷവാനാണ്. അപ്പോൾ സത്യവതി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഭീമസേനന്റെ സന്തോഷം? ഭീമസേനൻ വിവാഹം കഴിച്ചിരിക്കുന്നു. ഹിഡിംബി എന്നാണ് പെൺകുട്ടിയുടെ പേര്. ഒരു കുട്ടിയുമുണ്ട്. സത്യവതി പറഞ്ഞു, ആഹാ, അത്രയുമൊക്കെ ആയോ? അതെ. അപ്പോൾ പറഞ്ഞു, ഉദ്ധവ, നീ അവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നിന്റെ ചുമതലയാണത്. അവരെ ധർമ്മം രക്ഷിക്കാൻ പാണ്ഡവർ അത്യാവശ്യമാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. കൃഷ്ണനാണ് എൻ്റെ അടുത്തേക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. പക്ഷേ അത് അസാധ്യമായി മാറി. അപ്പോൾ ചോദിച്ചു, അതെന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഇവിടെ ഭീമസേനൻ ഒരു പുത്രൻ ജനിച്ചു. അവന്റെ പേര് കടോൽക്കജൻ എന്നാണ്. അപ്പൊ സത്യവതി പൊട്ടിച്ചിരിച്ചു. കടോൽക്കജനോ? അതെന്തൊരു പേരാണിത്? നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. അപ്പോൾ പറഞ്ഞു, അവന്റെ ശിരസിൽ രോമങ്ങളില്ല. അവനെ കണ്ടാൽ അത് ഏതുപോലെ ഇരിക്കുന്നു? മൺകുടത്തിന്റെ അടിഭാഗം പോലെ. കടം എന്ന് പറയുമ്പോൾ കുടം. അതുകൊണ്ടാണ് അവന് കടോൽക്കജൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സത്യവതി ചോദിച്ചു, ഇപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, 4 പേർക്കും, യുധിഷ്ഠിരനും അർജുനനും നകുലനും സഹദേവനും ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ട്. പക്ഷേ ഭീമസേനനെ സംബന്ധിച്ചിടത്തോളം കടോൽക്കജനെയും കൊണ്ടാണെങ്കിൽ വരാം. കടോൽക്കജൻ ഇല്ലാതെ വരില്ല. പക്ഷേ കടോൽക്കജനെ വിട്ടുകൊടുക്കാൻ ഹിഡിംബി തയ്യാറല്ല. എന്നാൽ ഹിഡിംബിയെയും കടോൽക്കജനെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുമ്പോൾ ആ കാട് വിട്ട് എങ്ങോട്ടും പോയി ഹിഡിംബിക്ക് ശീലമില്ല. രാക്ഷസന്മാര് ഹിഡിംബി അതിനെ അനുവദിക്കത്തതുമില്ല. ഹിഡിംബി അവിടെ തന്നെ കഴിയുക തന്നെ വേണം. കടോൽക്കജനെ വിട്ടുകൊടുക്കത്തതുമില്ല. കടോൽക്കജനില്ലാതെ ഭീമൻ ഇങ്ങോട്ടേക്ക് വരില്ല. ഭീമനില്ലാതെ പഞ്ചപാണ്ഡവരും വരില്ല. സത്യവതി പറഞ്ഞു, അയ്യോ, ഇതെന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ കേൾക്കുന്നത്? അപ്പൊ പറഞ്ഞു, അതെ, അവൻ ഇങ്ങോട്ട് വരുന്നത് അസാധ്യമായി മാറി. ഞാൻ കൃഷ്ണനോട് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഇനി സത്യവതി മാതാവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. സത്യവതി മാതാവ് പറഞ്ഞു, ഞാൻ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? ആള് ഭീമസേനനാണ്. അവൻ ചില സമയത്ത് ദുശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അവനെ ആ ദുശാഠ്യത്തിൽ നിന്ന് മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഇനി എന്താ ചെയ്യുക? വിതുരരെ, നമ്മൾ എന്തു ചെയ്യും? അപ്പൊ വിതുരരും ഇങ്ങനെ ചിന്തയിലാണ്ടോ. അപ്പോൾ സത്യവതി പറഞ്ഞു, വഴിയുണ്ട്.
വഴിയുണ്ട്. വിതുരരെ, വ്യാസൻ വരാൻ പറയൂ, വ്യാസൻ വരാൻ പറയൂ. അപ്പോൾ വ്യാസനെ കൊണ്ടുവരാൻ ആളിനെ വിട്ടു. 2 ദിവസങ്ങൾക്കുള്ളിൽ സാക്ഷാൽ വ്യാസ ഭഗവാൻ സത്യവതിയുടെ അടുക്കലെത്തി. അപ്പോൾ പറഞ്ഞു, മകനെ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം നീ ചെയ്യണം. അപ്പോൾ ചോദിച്ചു, എന്താണ്? ധർമ്മം സ്ഥാപിക്കാൻ പഞ്ചപാണ്ഡവരുണ്ടായേ പറ്റൂ. കൃഷ്ണൻ അവരെ കാത്തിരിക്കുകയാണ്. അവരുടെ സഹായത്തോടു കൂടി മാത്രമാണ് കൃഷ്ണന് ധർമ്മം പുനഃസ്ഥാപിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പഞ്ചപാണ്ഡവരെ ഇവിടെ എത്തിക്കേണ്ട ചുമതല ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ വ്യാസൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനത് ശിരസാ വഹിക്കുന്നു. അങ്ങനെ വ്യാസ ഭഗവാൻ ആരെ കൊണ്ടുവരാൻ? പഞ്ചപാണ്ഡവരെ കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ സത്യവതി പറഞ്ഞു, ഒരു നിമിഷം നീ രാധയെ ധ്യാനിച്ചിട്ട് പോകൂ. വ്യാസൻ അത്ഭുതത്തോടു കൂടി നോക്കി. അപ്പോൾ പറഞ്ഞു, സത്യവതി പറഞ്ഞു, ഞാൻ അറിയുന്നു, കൃഷ്ണന്റെ രാധ ഗോലോക റാണിയാണ് വ്യാസ. നിനക്ക് അവസരം കിട്ടിയാൽ അവിടെ പോകണം, രാധയെ വന്ദിക്കണം, ഗോലോക റാണിയെ വന്ദിക്കണം. ഒരു നിമിഷം ധ്യാന നിമഗ്നനായിരുന്നു. ഇരുന്നതിന് ശേഷം നാഗക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോയി. ഈ സമയത്ത് ഭീമസേനന് സന്ദേശമെത്തി, ഇതാ തങ്ങളുടെ മുത്തച്ഛൻ വരുന്നു, തങ്ങളുടെ അച്ഛന്റെ അച്ഛനിതാ എത്തുകയാണ്. അവർ വ്യാസഭഗവാനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അവിടെ രാക്ഷസന്മാർക്ക് ആകപ്പാടെ അത്ഭുതം. ഇനി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? തങ്ങളുടെ രാജാവാണ് ആര്? വൃഗോദരൻ എന്ന ഭീമസേനൻ. അദ്ദേഹത്തിന്റെ മുത്തച്ഛനാണ് വരുന്നത്. എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അവർ ഭീമസേനന്റെ കൂടെ കൂടി നല്ല പുതിയ കുടിലുകളെല്ലാം ഉണ്ടാക്കി. അങ്ങനെ ഭീമസേനനും 25 രാക്ഷസന്മാരും കൂടെ ചേർന്ന് നാഗക്കൂട്ടങ്ങളുടെ അടുക്കലേക്ക് പോയി. വ്യാസഭഗവാൻ അവിടെയുണ്ട്. അവിടെ ജൈമിനിയുമുണ്ട്. അവിടെ ഹോമം നടക്കുകയാണ്. കുറച്ചു നേരം അവരെല്ലാം നോക്കി നിന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ വന്ന രാക്ഷസന്മാർക്കൊരു അത്ഭുതമാണ്. അവർ കണ്ടിട്ടില്ല, ഇങ്ങനൊരു കാര്യം അവർ കണ്ടിട്ടില്ല. അപ്പോൾ ഹോമം തീർന്നു കഴിഞ്ഞപ്പോൾ വ്യാസമുനി എഴുന്നേറ്റു. അപ്പോൾ ഭീമസേനൻ വ്യാസമുനിയെ ദണ്ഡ നമസ്കാരം ചെയ്തു. രാക്ഷസന്മാർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവര് ഭീമസേനൻ ചെയ്യുന്ന കണക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കൂടെ മറിഞ്ഞു വീണു. അപ്പോൾ ആ സമയത്ത് വ്യാസഭഗവാൻ സ്നേഹത്തോടെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവർക്ക് സന്തോഷമായി. ഭീമസേനന്റെ മുത്തച്ഛൻ ഞങ്ങളെ തൊട്ടു. എന്നിട്ട് എല്ലാവർക്കും കറന്നെടുത്ത പശുവിന്റെ പാല് കൊടുത്തു. അത് കുടിക്കാൻ പറഞ്ഞു. അപ്പൊ രാക്ഷസന്മാര് സംശയാലുക്കളായി. കാരണം അവരവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പാല് കുടിച്ചിട്ടില്ല. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് നരമാംസമാണ്. പക്ഷേ തങ്ങളുടെ രാജാവായ ഭീമസേനൻ അത് കുടിക്കുന്നു. അപ്പോൾ തങ്ങൾക്കത് കുടിക്കാതിരിക്കാൻ കഴിയില്ല. അവരെന്തു ചെയ്തു? അവരാ പാല് മനസ്സില്ലാ മനസ്സോടെ കുടിച്ചിട്ട് ഭീമസേനനും ഉൾപ്പെടെ അവര് നദിയുടെ അക്കരയിലേക്ക് വള്ളത്തിൽ പോവുകയാണ്. അങ്ങനെ അക്കരയെത്തി അവിടെ ചെന്നപ്പോൾ ഹിഡിംബി അവിടെ നിപ്പുണ്ട്, കടോൽഖജനും അവിടെ നിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം ചെന്നു. കുന്തിയും അർജുനനും നകുലനും സഹദേവനും യുധിഷ്ഠിരനും എല്ലാവരും വന്ന് വ്യാസനെ നമസ്കരിച്ചു. അപ്പോൾ വ്യാസഭഗവാൻ കടോൽഖജനെ കണ്ടു. കടോൽഖജനെ തന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് കടോൽഖജനെ പൊക്കിയെടുത്ത് അവനെ ഒന്ന് കൊഞ്ചിച്ചു. അവനാകട്ടെ വളരെയധികം ഇഷ്ടമായി. അവന്റെ രൂപം വല്ലാത്ത രൂപമാണ്.
6 മാസമേ പ്രായമായിട്ടുള്ളൂ. പക്ഷേ ശരീരത്തിനൊക്കെ വല്ലാത്ത വളർച്ചയാണ്, വല്ലാത്ത ബലമാണ്. ഓർമ്മിക്കുക, ഈ ഘടോത്കചൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഈ ഘടോത്കചൻ പിന്നീട് കഠിനമായ രാധാഭക്തനായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഘടോത്കചനെ എടുത്ത് ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കുന്തി ദേവിയോട് പറഞ്ഞു, നോക്കൂ, അങ്ങനെ ഭീമസേനന് പുത്രൻ ജനിച്ചിരിക്കുന്നു. നമ്മുടെ ഭാരതവംശത്തിൽ ജനിച്ച ആദ്യത്തെ പുത്രനാണ് ഇവൻ. ഇവനാണ് നമ്മുടെ രാജ്യത്തിന്റെ അനന്തരാവകാശി. ഇവനാണ് നമ്മുടെ രാജ്യത്തിന്റെ അനന്തരാവകാശി. ഭാരതവംശത്തിലാണ് ഇവൻ വേണ്ടത്. ഇവന് ഭാരതവംശത്തിൽ വേണം. അപ്പൊ ഹിഡിംബിയും മറ്റ് രാക്ഷസന്മാരും എല്ലാവരും വളരെ സംശയത്തോടുകൂടി വ്യാസമുനിയെ നോക്കാൻ തുടങ്ങി. തങ്ങളുടെ ഭാവിയിലെ ചക്രവർത്തിയായ ഘടോത്കചനെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. ഓർമ്മിക്കുക, വിരോചനനെ വധിച്ചിട്ടാണ് ഭീമസേനൻ ചക്രവർത്തിയാകുന്നത്. അതോടുകൂടി വിരോചനന്റെ ശക്തി ഭീമസേനയിൽ കയറി എന്ന് അവർ കരുതി. അവരുടെ രാജാവായിരുന്നു വിരോചനൻ എന്ന് പറയുന്നത്. ഈ വിരോചനനാണ് ഭീമന്റെ മകനായ ഘടോത്കചനായി പുനർജനിച്ചിരിക്കുന്നതെന്നാണ് അവരുടെ വിശ്വാസം. അതനുസരിച്ച് ഈ ഘടോത്കചൻ അവരുടെ പഴയ യജമാനനായ വിരോചനനാണ്. അപ്പൊ അവർക്ക് സകല ശക്തിയും പ്രദാനം ചെയ്യുന്നത് ഘടോത്കചനാണ്. ഘടോത്കചൻ അവിടുന്ന് പൊയ്ക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ ശക്തികളും ക്ഷയിക്കും, അവരുടെ സർവശക്തികളും ഇല്ലാതാകും. അതുകൊണ്ട് അവർ വ്യാസനെ സംശയത്തോടു കൂടി വീക്ഷിച്ചു. അദ്ദേഹം ഹിഡിംബിയെ വിളിച്ചു, മകളെ നീ വരൂ. അപ്പോൾ ഉടനെ ഭീമസേനൻ പറഞ്ഞു, നീ നമസ്കരിക്കൂ. ഹിഡിംബി ഒരു വിധം വ്യാസനെ നമസ്കരിച്ചു. കാരണം അവർക്കത് വലിയ ശീലമൊന്നും ഇല്ല. അപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു, നോക്കൂ മകളെ, നീയും ഭാരതവംശത്തിലേക്ക് വരേണ്ടതാണ്. നീ ഭാരതവംശത്തിലേക്ക് എത്തണം. ഭീമസേനന്റെ പത്നിയും പുത്രനും എത്തണം. അതോടുകൂടി രാക്ഷസന്മാര് വല്ലാത്തൊരു പകയോടെ വ്യാസമുനിയെ നോക്കാൻ തുടങ്ങി. എന്ത്, ഈ വൃദ്ധനായ മനുഷ്യൻ ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്തു ചെയ്യാൻ വേണ്ടിയാണ്? തങ്ങളുടെ പുത്രനായ, തങ്ങളുടെ വിരോചനന്റെ അവതാരമായ ഘടോത്കചനെയും കൊണ്ടുപോകുന്നു, ഹിഡിംബിയെയും. അവർക്കത് ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അന്ന് വൈകുന്നേരമായപ്പോൾ ഒരു പറ്റം പ്രധാനപ്പെട്ട കുറച്ച് രാക്ഷസന്മാര് അവര് ഹിഡിംബിയുടെ അടുക്കലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഈ വൃദ്ധൻ വന്നിരിക്കുന്നത് ആരെ കൊണ്ടുപോകാനാണ്? ഘടോത്കചനെ കൊണ്ടുപോകാനാണ്, ഹിഡിംബിയെയും കൊണ്ടുപോകാനാണ്. നമുക്ക് രാക്ഷസന്മാർക്കൊരു നീതിയുണ്ട്, അതിന് വിരുദ്ധമായിട്ടൊന്നും വന്നുകൂടാ. ഹിഡിംബി പറഞ്ഞു, അതെ, എൻ്റെ മകനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പക്ഷേ ഈ വൃദ്ധൻ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അയാളെ വധിക്കണം. ഇന്ന് രാത്രി നമുക്കയാളെ വധിക്കണം. അപ്പൊ ഹിഡിംബി പറഞ്ഞു, അങ്ങനെയാകട്ടെ, ഇന്ന് രാത്രി അയാളെ വധിക്കണം. കാരണം നമുക്ക് ഈ വനം വിട്ടു പോകാൻ പറ്റില്ല. അങ്ങനെ വ്യാസനെ വധിക്കാൻ ആര് തീരുമാനിച്ചു? ഹിഡിംബിയും ഹിഡിംബിയുടെ കൂടുള്ള രാക്ഷസന്മാരും തീരുമാനിച്ചു. അപ്പോൾ അതാ അന്നത്തെ ദിവസം രാത്രി അതിനുള്ള സൗകര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ ദിവസം അവിടെ ഏറുമാടത്തിന്റെ മുകളിൽ കയറാൻ വ്യാസന് പറ്റില്ല. അതുകൊണ്ട് വ്യാസഭഗവാൻ എന്ത് ചെയ്തു? താഴെ കിടന്നു. വ്യാസൻ താഴെ കിടക്കുമ്പോൾ ഏറുമാടത്തിൽ കിടക്കാൻ മറ്റുള്ളവരും തയ്യാറായില്ല. അപ്പൊ വ്യാസന്റെ അടുക്കൽ യുധിഷ്ഠിരൻ കിടന്നു. യുധിഷ്ഠിരനും നകുലനും സഹദേവനും കുന്തിയും അർജുനനും കിടന്നു. അല്പമകലെ മാറി ഭീമസേനനും കിടന്നു. ഇത് രാക്ഷസന്മാർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി തീർത്തു. നേരം അർദ്ധരാത്രിയായി കഴിഞ്ഞു. രാക്ഷസന്മാര് വ്യാസഭഗവാനെ വധിക്കാൻ വേണ്ടി അതാ അവരുടെ കൂടാരം വിട്ടിറങ്ങിക്കഴിഞ്ഞു.
വ്യാസഭഗവാനെ വധിക്കാൻ വേണ്ടി രാക്ഷസന്മാർ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി. അവരായുധങ്ങൾ ശേഖരിച്ചു. ഏറ്റവും മിടുക്കരായിട്ടുള്ള കുറച്ചുപേരെ തിരഞ്ഞെടുത്തു. മറ്റുള്ളവരാരും ഇത് അറിയരുതെന്ന് പറഞ്ഞു. ഒരാൾ പോലും അറിയരുത്. എന്നിട്ട് അവർ ഒന്നുകൂടി തീരുമാനിച്ചു, നോക്കൂ, നമുക്ക് കൂറുള്ളത് ആരുടെ കൂടെ മാത്രമാണ്? ഭീമസേനന്റെ കൂടെ മാത്രമാണ്. വളരെ രഹസ്യമായി വ്യാസഭഗവാനെ വധിക്കുക. ആരെങ്കിലും ഉണർന്ന് ശല്യം ചെയ്താൽ മറ്റുള്ളവരെയും വധിക്കുക. അതിൽ നിന്ന് ആരും പിന്മാറരുതെന്ന് പറഞ്ഞു. അവര് രാക്ഷസീയമായ പ്രതിജ്ഞയെടുത്തു. അതെ, അവര് തീരുമാനിച്ചു കഴിഞ്ഞു വ്യാസനെ വധിക്കാൻ. ഓരോരുത്തരായി അവരുടെ ഏർമാടങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആയുധങ്ങളെല്ലാം അവരെടുത്തു. വ്യാസനെ വധിക്കണം, അതാണ് അവരുടെ തീരുമാനം. അവരുടെ കടോൽക്കജിനെയും ഹിഡുംബിയെയും കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ഈ വൃദ്ധനെ വധിക്കണം. ഈ സമയത്ത് 3 പേര് അസ്വസ്ഥരാണ്. 3 പേര് അസ്വസ്ഥരായി അവര് കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അതെ, വല്ലാതെ അസ്വസ്ഥരാണ് 3 പേര്. അതാരൊക്കെയാണ്? ഒന്ന് സത്യവതി, മറ്റൊന്ന് കൃഷ്ണൻ, മൂന്നാമത്തത് രാധ. 3 പേരും ഒരേ സമയത്ത് ഞെട്ടി ഉണർന്നു. അതെ, അവർ മനസ്സിലാക്കുകയാണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ഭീകരത എന്തെന്ന് മനസ്സിലാക്കുകയാണ്. സംഭവ ബഹുലമാവുകയാണ്. രാധയുടെ പ്രണയം സംഭവ ബഹുലമാകാൻ പോവുകയാണ്. ഇനി എന്താ നടക്കുന്നത്? അസാധാരണമായ എന്തെങ്കിലും നടന്നേ പറ്റൂ. കാത്തിരിക്കൂ. അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.